ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഗുലാബ് ജാമുൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് പാലും ബ്രെഡും ഉണ്ടെങ്കിൽ വീട്ടിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കാം. അതിനായിട്ട് ആദ്യം ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ബോയിൽ ആവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ പഞ്ചസാരയെല്ലാം വെള്ളത്തിലൊന്ന് മിക്സായി വരണം. ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് ബോയിലായിട്ട് പഞ്ചസാരയെല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്മിൽ വെച്ചിട്ടൊരു 2-3 മിനിറ്റ് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഗുലാബ് ജാമുനുള്ള ഡോ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 10 പീസ് ബ്രെഡ് എടുത്തിട്ട് സൈഡ്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പം ഞാനിവിടെ ബ്രെഡ് പൊടിച്ചിട്ട് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് പാലും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പാല് കുറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ട് ഈ മാവൊന്ന് കുഴച്ചെടുക്കണം. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതിയാവും. ഇപ്പം ഞാനിവിടെ പാലും ബ്രെഡും കൂടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഗീയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനെ എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് സെറ്റാക്കി വയ്ക്കണം. ഗീ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഡോ ഇവിടെ റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോൾസാക്കി ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ചെറിയ ബോൾസാക്കി എടുക്കണം. ഇതുപോലെ ഓരോന്നും ചെറിയ ബോൾസാക്കി റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഓയിൽ വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല ചൂടായിട്ടുള്ള ഓയിലാണ്. അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിത് ഇട്ട് കൊടുത്താൽ മതിയാവും. നമുക്ക് എല്ലാ ബോൾസിലേക്ക് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഇടയ്ക്കൊന്ന് ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ ഇളക്കി നമ്മളത് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു സൈഡ് കളർ മാറി വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുനെല്ലാം നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുനെല്ലാം ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഷുഗർ സിറപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കണം. ഷുഗർ സിറപ്പ് ഇപ്പോൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഒരു 1 മണിക്കൂറോളം ഇതൊന്ന് ഇതിൽ മൂടി വയ്ക്കണം. നല്ല സോഫ്റ്റായി വരാനാണ്. ഇനി നമുക്ക് മൂടിയൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ ഇവിടെ നല്ല സോഫ്റ്റായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന്
ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്